എല്ലാവർക്കും സുഖമല്ലേ? പഞ്ചസാര, കണ്ടൻസ് മിൽക്ക്, ക്രീം, ഒരു പൊടികളും ചേർക്കാണ്ട് ഈ ഇഫ്താറിന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്വീറ്റാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഈ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ ബാസ്മതി അരിയും കുറച്ച് കാഷ്യൂ എടുത്ത് നമുക്ക് കുതിർത്തി വെക്കണം. ബാസ്മതി അരിയും കാഷ്യൂം കുതിർത്തിണ്ട്, ഇത് മാറ്റി വെക്കാം. 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, നല്ലോണം നമുക്ക് വറുത്തെടുക്കാം. ബ്രൗൺ കളറാക്കി കിട്ടണം. ചെറുപയർ വറുത്തെടുത്തു, കഴുകി എടുത്തിട്ട് വരാം. കഴുകി എടുത്ത പരിപ്പിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 വിസിൽ വിട്ടെടുക്കാം. പരിപ്പ് വേവുമ്പോഴേക്കും 2 ക്യാരറ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു. പരിപ്പ് 3 വിസിൽ വിട്ടെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. നാളികേരക്കൊത്തിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഏത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നാളികേരക്കൊത്ത് ബ്രൗൺ കളറായി പാനിൽ നിന്ന് മാറ്റാം. അതേ പാനിലേക്ക് 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ക്യാരറ്റ് ഒന്ന് വാട്ടിയെടുക്കാം നെയ്യിൽ. കുതിർത്തി വെച്ചേക്കണ അരി അണ്ടിപ്പരിപ്പും ജാറില വെള്ളത്തോടു കൂടി ചേർക്കാം. 1/2 കപ്പ് ചിരകിയ നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി വെള്ളം ചേർക്കണ്ട. നെയ്യിൽ ക്യാരറ്റ് വാടി ഇതിലേക്ക് 3/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാലൊന്ന് തിളക്കട്ടെ. പാല് നല്ലോണം തിളച്ചു. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത നാളികേരത്തിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെയും മിക്സ് ചേർക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വേവിച്ചെടുത്തേക്കണ പരിപ്പ് ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. കാഷ്യൂ അരിയൊക്കെ അരച്ച് ചേർത്ത കാരണം ഈ മിക്സ് കുറച്ച് കട്ടിയായിട്ടുണ്ട്. നമുക്കൊരു 1/4 കപ്പും കൂടി പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. പാല് ചേർത്ത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 അച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കി ഈ സമയത്ത് ചേർത്താൽ മതി കേട്ടോ. അരിച്ച് ചേർക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. നല്ലോണം തിളച്ചു കിട്ടാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കസ്റ്റർഡ് പൗഡറോ ക്രീമോ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. കാഷ്യൂ നാളികേരമൊക്കെ അരച്ച് ചേർത്ത തന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. 1 നുള്ളു ഉപ്പ്, നമ്മൾ വറുത്ത് വെച്ചേക്കണ നാളികേരക്കൊത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ക്രീമി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.